നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് TVS സപ്ലൈ ചെയിൻ സൊല്യൂഷൻസ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ IPO വിശേഷങ്ങളാണ്. മലയാളികൾക്കെല്ലാം സുപരിചിതമായിട്ടുള്ളൊരു കമ്പനിയാണല്ലോ TVS സപ്ലൈ ചെയിൻ സൊല്യൂഷൻസ് ലിമിറ്റഡ് എന്നുള്ളത്. ഈ കമ്പനി ലോജിസ്റ്റിക്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരു സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് സർവീസസ് ആണ് കമ്പനി നടത്തുന്നത്. ഓഗസ്റ്റ് 10 മുതൽ 14 വരെയാണ് കമ്പനിയുടെ ഇഷ്യൂ നീണ്ടു നിൽക്കുന്നത്, ഓപ്പൺ ആയിരിക്കുന്നത്. ഇവർ 880 crores 880 കോടി രൂപയാണ് മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത്. അതിൽ 600 crores ഫ്രഷ് ഓഹരികളാണ്, ബാക്കി ഓഫർ ഫോർ സെയിലുമായിരിക്കും. നമുക്ക് ഈ കമ്പനിയുടെ വിശേഷങ്ങളിലേക്ക് ഒന്ന് കടക്കാം. TVS സപ്ലൈ ചെയിൻ സൊല്യൂഷൻസ് ലിമിറ്റഡ് ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ള ഈ കമ്പനിയുടെ പ്രധാന സർവീസസ് എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രേറ്റഡ് സപ്ലൈ ചെയിൻ സൊല്യൂഷൻസും നെറ്റ്വർക്ക് സൊല്യൂഷൻസുമാണ്. ഇനി കമ്പനിയുടെ കസ്റ്റമേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇൻ്റർനാഷണലി നമ്മളുടെ ഫോർച്യൂൺ ഗ്ലോബൽ 500 2022 72ഓളം കമ്പനികൾ ഈ TVSൻ്റെ ക്ലയൻസാണ്. അതുകൂടാതെ ഇന്ത്യയിലെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ ഫോർച്യൂൺ ഗ്ലോബൽ 500 പെടുന്ന 25ഓളം കമ്പനികൾ TVS സപ്ലൈ ചെയിൻ്റെ കസ്റ്റമേഴ്സാണ്. അതായത് നമുക്കറിയാവുന്ന ഒട്ടുമിക്ക പ്രധാന കമ്പനികൾ ഇവരുടെ കസ്റ്റമേഴ്സാണ്. അതുകൊണ്ടാണ് ഈ കമ്പനികളുടെ പേരൊന്നും ഇവിടെ എടുത്തു പറയാത്തത്. 18,000 ലോജിസ്റ്റിക് പ്രൊഫഷണൽസ് ആണ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്. നമ്മളുടെ ഗവൺമെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകൾ കൂടാതെ വിവിധ സെക്ടറിലുള്ള ഇൻഡസ്ട്രി, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫോർച്യൂൺ ഗ്ലോബൽ 500 കമ്പനികളിൽ പെടുന്ന കമ്പനികൾ അടക്കം, അതായത് ഓട്ടോമോട്ടീവ്, ഡിഫൻസ്, എഞ്ചിനീയറിംഗ്, FMCG, റെയിൽവേ, പിന്നെ യൂട്ടിലിറ്റീസ്, ഇ-കോമേഴ്സ്, ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി, ഇങ്ങനെ വിവിധ സെക്ടറിലുള്ള കമ്പനികൾ ഈ TVS സപ്ലൈ ചെയിൻ്റെ കസ്റ്റമേഴ്സായിട്ട് വരുന്നുണ്ട്. ഫ്രഷ് ഇഷ്യൂവിൻ്റെ വിൽപ്പന വഴി ലഭിക്കുന്ന 600 കോടി രൂപ ഇവരുപയോഗിക്കുന്നത് കമ്പനിയുടെ എക്സ്പെൻസസിന്, അതല്ലെങ്കിൽ ജനറൽ കോർപ്പറേറ്റ് പർപ്പസസ് എന്നുള്ള ആ ആവശ്യത്തിന് ഉപരിയായിട്ട് കമ്പനിയുടെ സബ്സിഡിയറികളുണ്ട് 2 എണ്ണം. ഒന്ന് UK ഒന്ന് സിംഗപ്പൂരിലുമാണ്. UK TVS LI UK എന്ന് പറയുന്ന കമ്പനി, അതുകൂടാതെ TVS SCS സിംഗപ്പൂർ എന്ന അവരുടെ 2 സബ്സിഡിയറികളുടെ പേയ്മെൻറ്റുകളും അഡ്വാൻസസും എല്ലാം കൊടുത്തു തീർക്കുന്നതിന്, അവരുടെ ചില കടബാധ്യതകൾ ഒഴിവാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കും എന്നാണ് അവരുടെ പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്നത്. TVS സപ്ലൈ ചെയിൻ സൊല്യൂഷൻസിൻ്റെ ലിസ്റ്റഡ് പിയർ കമ്പനികൾ നോക്കുകയാണെങ്കിൽ TCI എക്സ്പ്രസ് ഒരു പ്രധാന കോമ്പറ്റീറ്ററാണ്. അതുകൂടാതെ മഹീന്ദ്ര ലോജിസ്റ്റിക്സ് ലിമിറ്റഡ്, ബ്ലൂ ഡാർട്ട് എക്സ്പ്രസ്, പിന്നെ ഡൽഹി വെരി ലിമിറ്റഡ്, ഇതെല്ലാം തന്നെ ലിസ്റ്റഡ് ആയിട്ടുള്ള പിയർ കമ്പനികളാണ് TVSൻ്റെ. 1995 TVS സൺസ് എന്നുള്ള പേരൻറ്റ് കമ്പനിയിൽ നിന്ന് TVS ലോജിസ്റ്റിക്സ് എന്നുള്ള പേരിൽ ഒരു സെപ്പറേറ്റ് ഡിവിഷൻ ഉണ്ടാകുന്നത്. പിന്നീട് 2004 ഇന്നുള്ള ലെവലിലേക്ക് TVS സപ്ലൈ ചെയിൻ സൊല്യൂഷൻസ് എന്നുള്ള പേരിലേക്ക് മാറുകയാണ് കമ്പനി ചെയ്തത്. TVS ഗ്രൂപ്പിൻ്റെ അവരുടെ സ്ലോഗൻ എന്ന് പറയുന്നത് തന്നെ ട്രസ്റ്റ്, വാല്യൂ ആൻഡ് കസ്റ്റമർ സർവീസ് എന്നുള്ളതാണ്. അപ്പോൾ അത്രയ്ക്ക് വിശ്വാസ്യത നേടാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അത് നേടിയിട്ടുള്ള ഒരു കമ്പനിയാണ് TVS സൺസ് എന്ന് പറയുന്നത്. അവരുടെ ഗ്രൂപ്പിൽ നിന്ന് 32 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ഒരു ലിസ്റ്റഡ് കമ്പനി രൂപം കൊള്ളാൻ പോകുന്നത്. 32 വർഷത്തിന് ശേഷം. അവരുടെ പ്രൊമോട്ടേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ TVS മൊബിലിറ്റി പ്രൈവറ്റ് ലിമിറ്റഡ്, TS രാജം റബ്ബർ പ്രൈവറ്റ് ലിമിറ്റഡ്, ദിൻറാം മൊബിലിറ്റി സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്, രാമചന്ദ്രൻ ദിനേശ് എന്നിങ്ങനെയാണ് ഇവരുടെ പ്രൊമോട്ടേഴ്സിൻ്റെ ലിസ്റ്റ് പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഇഷ്യൂവിന് തൊട്ട് മുമ്പ് ഇവരുടെ കൈവശം, ഈ പ്രൊമോട്ടേഴ്സിൻ്റെ കൈവശം 46.65% ഓഹരികളാണുള്ളത്. ഇഷ്യൂ കഴിയുമ്പോൾ അത് 41.06% മാറുന്നുണ്ട്. അതായത് 5.05% മാത്രമാണ് കുറവ് വരുന്നത്. അതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ വർഷം ആദ്യം കമ്പനി ഇഷ്യൂവിന് മുമ്പ് ഒരു പ്രീ ഇഷ്യൂ ഒരു പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് 2 പ്രാവശ്യമായിട്ട്, ഒന്നല്ല 2 പ്രാവശ്യമായിട്ട് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. 75 കോടി രൂപ വെച്ചിട്ടാണ് 2 പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് കൊടുത്തിട്ടുള്ളത്. അത് ഒന്ന് 180 rupeesനും 187 rupeesനുമാണ് 2 പ്രാവശ്യമായിട്ട്. 150 crores-ൻ്റെയാണ് ഈ പ്രീ ഇഷ്യൂ പ്ലേസ്മെൻറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് കൂടാതെ നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്ന രവി വിശ്വനാഥൻ എന്ന് പറയുന്ന പഴയ TCSലെ ഒരു വെറ്ററനാണ് ഇപ്പോഴത്തെ കമ്പനിയുടെ MD.
ഫ്രഷ് ഓഹരികൾക്ക് പുറമെ ഓഫർ ഫോർ സെയിൽ ഉണ്ട് ഒരു 280 ക്രോഡ്സിൻ്റെ. അത് വിറ്റഴിക്കുന്നത് ഒമേഗ TC ഹോൾഡിംഗ്സ് എന്നുള്ള ഒരു ഇന്റർനാഷണൽ ഫണ്ട്, കൂടാതെ ടാറ്റ ക്യാപിറ്റൽ ഫിനാൻഷ്യൽ സർവീസസ്, TVS മോട്ടോഴ്സ് കമ്പനി ലിമിറ്റഡ്, കോട്ടക് സ്പെഷ്യൽ സിറ്റുവേഷൻസ് ഫണ്ട്, ഇവരെ ചേർന്നിട്ട് ഒരു 1,42,00,000 വരുന്ന ഓഹരികളാണ് ഓഫർ ഫോർ സെയിലായിട്ട് വിറ്റഴിക്കുന്നത്. ഇനി കമ്പനിയുടെ ഫിനാൻഷ്യൽസ് നോക്കുകയാണെങ്കിൽ റവന്യൂ 2021 6,933.6 കോടി രൂപയായിരുന്നപ്പോൾ നെറ്റ് ഇൻകം ലോസിലായിരുന്നു. 76.4 കോടി രൂപയുടെ നഷ്ടമാണ് കമ്പനി ഉണ്ടാക്കിയിട്ടുള്ളത്. അത് 2022 അതുപോലെ തന്നെ 9,249.8 കോടി രൂപയുടെ റവന്യൂ ഉണ്ടായിരുന്നപ്പോൾ നെറ്റ് ഇൻകം എന്ന് പറയുന്നത് മൈനസാണ്, 45.8 എന്നുള്ള നഷ്ടത്തിലാണ് കാണുന്നത്. എന്നാൽ 2023 ആയപ്പോഴത്തേക്കും കമ്പനി അത് റിവൈവ് ചെയ്തു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. റവന്യൂ 10,235.4 കോടിയായിട്ട് വർദ്ധിച്ചു. അതോടൊപ്പം തന്നെ ഈ നഷ്ടങ്ങൾ രണ്ടും തന്നെ പരിഹരിച്ചുകൊണ്ട് നെറ്റ് ഇൻകത്തിൽ 41.8 കോടി രൂപയുടെ വർധനവ് ഉണ്ടാക്കിയിട്ടുണ്ട് കമ്പനി. അതായത് 41.8 കോടി രൂപയാണ് 2023 കമ്പനിയുടെ അറ്റാദായം എന്ന് പറയുന്നത്. അത് വളരെയധികം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. മുൻ വർഷങ്ങളിലെ ഈ നഷ്ടങ്ങളെല്ലാം 76.4 കോടിയുടെ 2021 45.8 കോടി 2022 നികത്തിക്കൊണ്ട് ലാഭത്തിലേക്ക് കടന്നിരിക്കുന്നു 2023 എന്നുള്ളത് കമ്പനിയുടെ പ്രവർത്തന മികവിനെ തന്നെയാണ് കാണിക്കുന്നത്. ഇനി TVS സപ്ലൈ ചെയിൻ സൊല്യൂഷൻസിൻ്റെ ഈ വർഷത്തെ വാല്യൂസ് നോക്കുകയാണ്. EPS 1.02, PE റേഷ്യോ 183.33, 193.14, റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 5.50% ആണ്. ബുക്ക് വാല്യൂ 18.89 പെർ ഷെയർ ആണ് കാണുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ രജിസ്ട്രാർ ലിങ്ക്ഡ് ടൈം ഇന്ത്യയാണ്. ലീഡ് മാനേജേഴ്സ് ആണെങ്കിൽ JM ഫിനാൻഷ്യൽസ്, ആക്സിസ് ക്യാപിറ്റൽ, JP മോർഗൻ, BNP പരിവാസ്, ഇക്വറാസ് ക്യാപിറ്റൽ, നുവാമ വെൽത്ത് മാനേജ്മെന്റ് എന്നിങ്ങനെയും. ഇനി നമുക്ക് ഈ ഇഷ്യൂ ഒറ്റ നോട്ടത്തിലൊന്ന് പരിശോധിക്കാം. ഇതിൻ്റെ ഡേറ്റ് ഓഗസ്റ്റ് 10 മുതൽ 14 വരെയാണ്. പ്രൈസ് ബാൻഡ് നോക്കൂ, 187 മുതൽ 197 രൂപ വരെയാണ്. ഫ്രഷ് ഓഹരികൾ 600 കോടി രൂപയ്ക്കുള്ളത്. ഓഫർ ഫോർ സെയിൽ 1,42,00,000 വരുന്ന ഓഹരികളാണ്. ഇതിൽ അപ്പോൾ ടോട്ടൽ വരുമ്പോൾ IPO സൈസ് എന്ന് പറയുന്നത് 880 കോടി രൂപയ്ക്കുള്ളതാണ്. ഇത് മിനിമം അപ്ലൈ ചെയ്യേണ്ടത് 76 ഷെയർസാണ് ഒരു ലോട്ട് എന്ന് പറഞ്ഞാൽ. അങ്ങനെ 13 ലോട്ട് വരെയാണ് ഒരു റീറ്റെയിലർക്ക് അപ്ലൈ ചെയ്യാവുന്ന മാക്സിമം. ഫേസ് വാല്യൂ 1 രൂപയാണ്. അപ്പോൾ 1 രൂപയുടെ ഓഹരിക്കാണ് 197 രൂപ വിലയിട്ടിരിക്കുന്നത്. റീറ്റെയിലേഴ്സിന് 10% മാത്രമേ അലോട്ട് ചെയ്യുന്നുള്ളൂ എന്നതൊരു പ്രത്യേകതയാണ്. കമ്പനി 2 വർഷം ലോസിലൊക്കെ ആയിരുന്ന കമ്പനി ആയതുകൊണ്ടാണ്. ഇത് 75% ഇൻസ്റ്റിറ്റ്യൂഷൻസിനും 15% HNIസിനും 10% ഈ റീറ്റെയിലേഴ്സിന് കൊടുക്കുന്നത്. NSEയിലും BSEയിലും ഇത് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഡേറ്റുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അലോട്ട്മെൻറ്റ് വരുന്നത് ഓഗസ്റ്റ് 18 റീഫണ്ട് കിട്ടുന്നത് 21 ക്രെഡിറ്റ് അക്കൗണ്ടിലേക്ക് വരുന്നത് 22 ഇതിൻ്റെ ലിസ്റ്റിംഗ് വരുന്നത് ഓഗസ്റ്റ് 23 ഇനി ഇത് അപ്ലൈ ചെയ്യണോ വേണ്ടിയോ എന്നുള്ളതായിരിക്കും നിങ്ങളുടെ പ്രധാന സംശയം. അപ്പോൾ അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, TVS&SON എന്ന് പറയുന്ന ഒരു വളരെ അറിയപ്പെടുന്ന പ്രശസ്തമായിട്ടുള്ള വിശ്വാസ്യതയുള്ള ഒരു കമ്പനിയുടെ ഒരു ഉപകമ്പനിയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാർട്ടാണ് TVS സപ്ലൈ ചെയിൻ സൊല്യൂഷൻസ് എന്നുള്ള ഈ കമ്പനി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. 32 വർഷത്തിന് ശേഷമാണ് TVS ഗ്രൂപ്പിൽ നിന്ന് ഒരു കമ്പനി ലിസ്റ്റഡ് കമ്പനിയായിട്ട് വരുന്നത് എന്നുള്ളതും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഇതിൻ്റെ ഫിനാൻഷ്യൽ സൈഡ് നോക്കിയപ്പോൾ നമ്മൾ കണ്ടു, കഴിഞ്ഞ 2 വർഷത്തെ ലോസിന് ശേഷം അത് ടേൺ അറൗണ്ട് ചെയ്തിരിക്കുകയാണ്. അത് വളരെ ലാഭത്തിലേക്ക് വന്നിരിക്കുന്നു, വലിയ ലാഭത്തിലേക്ക് വന്നിരിക്കുകയാണ്. 41 കോടിയുടെ ലാഭമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് 2023 എന്നുള്ളത് കമ്പനി കുതിച്ച് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ട് നമുക്ക് അതിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിയർ കമ്പനികളുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ഇത് ബഹുദൂരം മുമ്പിലാണ്. ഇത് ഈ കമ്പനിയാണ്, TVS ആണ് ഇതിലെ ഈ കാര്യത്തിലെ ഒരു പയനിയർ എന്ന് പറയാം ലോജിസ്റ്റിക്സ് ബിസിനസ്സിൽ. പിന്നെ ഇന്ത്യയിലെ ഒരു മൾട്ടിനാഷണൽ കമ്പനി തന്നെയാണ് ഈ TVS സപ്ലൈ ചെയിൻ സൊല്യൂഷൻസ് എന്നുള്ളത് എന്ന് എടുത്തു പറയാതിരിക്കാനായിട്ട് നിവർത്തിയില്ല. പിന്നെ നമുക്ക് ഇതിൻ്റെ പ്രൈസിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ മാത്രം ഒരു വളരെ അഗ്രസീവ്ലി പ്രൈസ്ഡ് ആയിട്ടാണ് ഈ ഇഷ്യൂ കാണുന്നത് ഇവിടെ എന്നുള്ളത് ഒരു കാര്യം തന്നെയാണ്. എങ്കിൽ പോലും ഈ
വളരെ വേഗത്തിൽ കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഫ്യൂച്ചർ വളരെ ശോഭനമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ മീഡിയം ടേം ലോങ് ടേമിലേക്ക് ഫണ്ടുള്ളവർക്ക് അത് ഇതിൽ പാർക്ക് ചെയ്യാവുന്നതാണ് എന്നുള്ളത് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. TVS സപ്ലൈ ചെയിൻ സൊല്യൂഷൻസ് എന്ന കമ്പനിയുടെ IPO വിശേഷങ്ങൾ കേട്ടല്ലോ. ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. പിന്നെ വീഡിയോയെ എല്ലാ രീതിയിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് മറ്റൊരു IPO വീഡിയോയുമായിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.